ഹലോ ഗൈസ്, മലയിൽ മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൈസ്, എന്റെ രണ്ട് സൈഡിൽ രണ്ട് പുലികളാണ് നിൽക്കുന്നത്. ചിലപ്പോൾ എന്നെ കടിച്ചു നിന്നു കടുവകള്. ഗൈസ്, ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടോളൂ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം എന്താന്ന് വെച്ചാൽ ഒരു സ്വിഫ്റ്റിന്റെ വില പോലും ആകാത്ത, ഒരു സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റിന്റെ വില പോലും ആവാത്ത നല്ല ഹൈ ക്വാളിറ്റി രണ്ട് ബെൻസ് കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. രണ്ടും സി ക്ലാസ് ആണ്, സെയിം ഇയർ ആണ്, സെയിം പ്രൈസ് ആണ് കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളൂ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസിൽ ഇതിൽ ആദ്യം ഏതാ പരിചയപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ടാണ്. കാരണം എന്താ വെച്ചാൽ രണ്ടും നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. ജസ്റ്റ് ഇങ്ങനെ ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലായി ഒരു 2020 മോഡൽ വണ്ടീൻ്റെ ഒരു ഫീലാണ് ഇതുമേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് ലൈറ്റ് യൂസ് വാഹനങ്ങളാണ്, രണ്ടും റീ രജിസ്റ്റേർഡ് വാഹനമാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് സർവീസാണ്. ഈ വാഹനക്ക് ഏകദേശം 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ജസ്റ്റ് എണ്ണ അടിക്കുക, ഓടുക, അത്ര വരുള്ളൂ. ഇത് വരുന്നത് 2011 C200 CGI എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. CGIക്ക് വളരെ പ്രത്യേകത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ള വാഹനമാണ്. മെയിൻ്റെനൻസ് കുറവാണ്. ഒരു പോളോ കൊണ്ടെടുക്കണ മെയിൻ്റെനൻസ് നിങ്ങൾക്ക് ഈ വാഹനത്തിന് ഉണ്ടാവുള്ളൂ. പെട്രോൾ ആണ്, അതുകൊണ്ട് തന്നെ 12 കിലോമീറ്റർ മൈലേജ് കിട്ടും. കൂടാതെ എഞ്ചിനൊക്കെ പക്കയായിരിക്കും. എഞ്ചിന് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരല് കുറവായിരിക്കും. ടയർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 70% കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ അലോയ് വീൽസ് എക്സ്ട്രാ ചെയ്താണ് കേട്ടോ. ബെൻസിന്റെ തന്നെ ഒറിജിനൽ അലോയ് വീല് എക്സ്ട്രാ ചെയ്തതാണ്. ഇതിന്റെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ റോഡ് പ്രസൻസോട് കൂടിയുള്ള കളറാണ്. നല്ലൊരു കണ്ണാടി ചില്ല് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും ക്വാളിറ്റി ഉണ്ട് വാഹനത്തിന്. വാഹനം വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതും കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഇപ്പോൾ 1,00,000 കിലോമീറ്റർ ഓടിയുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 40,000 രൂപ കോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ സെൻസറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സിൽവർ ബീഡിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരു സിൽവർ ബീഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം പക്ക വർക്കിംഗ് ആണ്. ഒക്കെ സെൻസർ, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് എല്ലാം വരുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ ഡിക്കി സ്പേസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ലോകം തന്നെയാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ കെയർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് സ്റ്റെപ്പിന് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിനൊന്നും അനങ്ങിയിട്ടില്ല കേട്ടോ, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിൽവർ ബീഡിയങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ബെൻസിന്റെ ലോഗോ ഉണ്ട്. പിന്നെ ഇനിയാണ് നമ്മൾ ഇതിന്റെ ഒരു ലോകത്തേക്ക് കടക്കാൻ പോകുന്നത്. ഇതിന്റെ ഇന്റീരിയർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് എലഗൻസ് ആണ് വേരിയന്റ്. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ ഡുവൽ ടോൺ ആയിട്ട് വരിക. ബീജ് കളറും ബ്ലാക്ക് കളറും കൂടി ചേർന്നിട്ടുള്ള കളറാണ്. പിന്നെ ഇതിന്റെ സീറ്റിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. ഇത് എക്സ്ട്രാ ഒരുപാട് പൈസ കൊടുത്ത് ചെയ്ത സീറ്റാണ്. കാരണം നല്ല കുഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ യാത്ര ക്ഷീണം അറിയൂല. പിന്നെ എ സിയും കാര്യങ്ങളൊക്കെ പക്ക കൂളിംഗ് ആണ്. എല്ലാ ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇപ്പോൾ ബാക്ക് റോയിലേക്ക് വന്നാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വിൻഡോ കർട്ടനുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നല്ല വിശാലമായ സൺറൂഫ്. പ്രൈവസിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വാഹനമാണ് കേട്ടോ, അന്ന് ആ കാലത്ത് തന്നെ. ഇതിന്റെ റേറ്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റ് എടുക്കുന്ന റേറ്റ് ആവും. 7,30,000 രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വിത്ത് NOCയിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും. ഇത് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ താഴത്തെ നമ്പർ ഉണ്ട്, പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് സിൽവർ കളർ പരിചയപ്പെടാം. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറും 60,000 കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിന്റെ ടയർ ഏകദേശം 80% വരുന്നുണ്ട്. കമ്പനി അലോയ് വീൽസ് തന്നെയാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ലാന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാം. ബാക്ക് ഭാഗത്തേക്ക് വന്നാൽ ഡീഫോഗർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇത് C200 തന്നെയാണ്. പിന്നെ സെൻസറുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു നല്ല ക്യാമറ, നല്ല കോസ്റ്റ് വരുന്ന ഒരു ക്യാമറയും പിടിപ്പിച്ചിട്ടുണ്ട്. C200 ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. അവങ്കാർഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് ഒരുപാട് പ്രത്യേകതകൾ വരുന്നുണ്ട്. കീലെസ് എൻട്രി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക്, ഒരു സ്പോർട്ടി എഡിഷൻ ആണ് ഇതിന്റെ ഇന്റീരിയർ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ലുക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ ഇലക്ട്രിക്കൽ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയുള്ള വാഹനമുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് കീ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ ആംബിയൻ ലൈറ്റ്സ്. ഇപ്പോൾ ഇത് ലൈറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ പുറത്ത് വെളിച്ചം ഉണ്ടായതുകൊണ്ട് നമുക്ക് രാത്രിയാണ് ഇത് നേരെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുക. ഒരുപാട് ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. ഏകദേശം 40,000 രൂപ മുടക്കിയിട്ട് നല്ലൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഒരു ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്കാ നീറ്റാണ്. റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്.
പിന്നെ ഒരുപാട് ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പീസായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിവേഴ്സ് ക്യാമറൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, അത്യാവശ്യം നല്ല വിസിബിൾ ആണ് കേട്ടോ. നമ്മൾ സ്റ്റിയറിങ് കറക്റ്റ് ആ മൂവ്മെൻറ്റിൽ തന്നെ തിരിയുന്നുണ്ട്. സെക്കൻഡ് റോയിലേക്ക് വരികയാണെങ്കിൽ റിയർ എ സി അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ തന്നെയാണ് കൊണ്ടുവരുന്നുള്ളത്. അവിടെയൊക്കെ ആംബിയൻ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. എ സി ഒക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല വിൻഡോ കർട്ടനുകളൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ആണ്. ഈ ഇന്റീരിയർ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ്, ഒരു മോശം നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് ആണ്. ഇതിന് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റിന്റെ വില തന്നെയാണ് ചോദിക്കുന്നതും. വെറും 7,40,000 രൂപയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത് വിത്ത് NOC. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും. ഒരു C ക്ലാസ് തപ്പി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യാൻ പറ്റിയ വാഹനമാണ്. കാരണം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അത്രയും ഹൈ ക്വാളിറ്റി വാഹനമാണ്. നമുക്ക് അതുകൊണ്ട് നല്ല ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. C ക്ലാസ് നോക്കുന്നവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ. അത്രയും ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് രണ്ടും. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വാഹനമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.